മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജിവെച്ച മുൻ സെക്രട്ടേറിയറ്റ് അംഗം യു പോക്കർ. പാർട്ടി നേതൃത്വം ചില കോക്കസുകളുടെ പിടിയിലാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി ഈ കോക്കസിലെ പ്രധാനിയാണ്. സ്വന്തം താൽപര്യത്തിനു വേണ്ടി പാർട്ടിയെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് തന്റെ രാജിയെന്നും യു പോക്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും കോർപ്പറേഷൻ പരിധിയിലൊക്കെ മുസ്ലിം ലീഗിൽ നിന്നും പല നേതാക്കന്മാർ രാജിവെക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം STUവിൻ്റെ പ്രമുഖ നേതാവായിരുന്ന യു പോക്കർ, അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ട് ലീഗിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇങ്ങനെയൊരു രാജിയിലേക്ക് വന്നതിൻ്റെ സാഹചര്യം അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി മാത്രം ബന്ധപ്പെടുത്തിയല്ല. മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, സാധാരണ നിലയിൽ പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് കുറേ താപ്പാനകളും അതേപോലെ തന്നെ മതയാനകളും വാഴുകയാണ്. ഈ മതയാനകളെ തടയാനുള്ള കുങ്കിയാനയില്ല, താപ്പാനകളെ തടയാനുള്ള പാപ്പാന്മാരില്ല എന്ന സ്ഥിതിയിൽ ആ പാർട്ടി ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ ഒരു കറവ പശുവായി, ഇതൊരു ഉപകരണമായി പല ജാതിയിലുള്ള മാൽ പ്രാക്ടീസും നടത്തി ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഈ പ്രവർത്തകന്മാരുടെ വികാരവും പ്രവർത്തകന്മാരുടെ താല്പര്യവും സംഘടനാ സംവിധാനവും ഇതൊക്കെ അട്ടിമറിക്കുന്നതിന് വൈദഗ്ധ്യം സിദ്ധിച്ച ചിലരാണിത്. നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സമീപകാലത്തെ സംഭവവികാസങ്ങൾ. ഒരവസാന വാക്ക് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നിടത്ത് ഈ പാർട്ടിയിലെ അച്ചടക്കം അവസാനിക്കും, അച്ചടക്കരാഹിത്യം അവസാനിക്കും, ഏത് പ്രശ്നവും അവസാനിക്കും. ഇപ്പം ആ രീതിയിൽ അവരെ പോലും ഇവർ ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് ഈ സമീപകാലത്തുണ്ടായ കുറേ പ്രശ്നങ്ങൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ. ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി, അദ്ദേഹമാണ് ഈ കുൽസിത ശ്രമങ്ങളുടെ ആകത്തുക. ഈ പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ് അദ്ദേഹം എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഇദ്ദേഹം പ്രശ്നം സൃഷ്ടാവാണ്, പ്രശ്നപരിഹർത്താവല്ല. നിരന്തരമായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നൂറുകണക്കിന് പ്രവർത്തകന്മാർ അപ്പുറത്തേക്ക് പോകുന്നു, ഒരു സങ്കോചവുമില്ല. തൻ്റെ താല്പര്യം മാത്രം, അതിനെന്ത് വില കൊടുക്കാനും അദ്ദേഹത്തിന് മടിയില്ല, എന്ത് വൃത്തികെട്ട ഹീനമാർഗവും സ്വീകരിക്കാൻ മടിയില്ല, എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല. ഒരുപാട് നേതാക്കന്മാർ ഇന്ന് തന്നെ വിളിച്ചു, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറികടക്കാൻ കഴിയുന്നില്ല, അവരൊക്കെ ബന്ധനസ്ഥരാണ്. അപ്പം ആ ബന്ധനസ്ഥരായിട്ടുള്ള ഒരു സംവിധാനത്തെ മോചിപ്പിക്കാൻ എൻ്റെ രക്തസാക്ഷിത്വം ഉപകരിക്കുമെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും മഹത്തായ ഒരു സേവനമായിട്ടാണ് ഈ രാജിയെ ഞാൻ കാണുന്നത്. CPM സഹകരിച്ചു പോകാനാണ്, എങ്ങനെയാണ് ഈ ഭാവി? അതെ, തീർച്ചയായും അത് അവരുടെ പാർട്ടിയാണല്ലോ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് പാർട്ടി തീരുമാനിക്കുന്ന, എന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും ഭംഗിയായി നിർവഹിക്കുന്ന ഒരു മനസ്സാണുള്ളത്. അത് രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും. CPM സഹകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതുവരെ അങ്ങനെയാണ് തീർച്ചയായും. ഏതായാലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല, അതിലുപരിയായി മുസ്ലിം ലീഗിന് ഉള്ളിൽ കുറച്ച് കാലങ്ങളായി നടക്കുന്ന അതിമോശമായ പ്രവണതകളുണ്ട്. അതിന് വേണ്ടിയുള്ള ശുദ്ധീകരണം എന്ന നിലയിലുള്ള ഒരു മുന്നറിയിപ്പായാണ് തൻ്റെ രാജി എന്നാണ് യു പോക്കർ നമ്മോട് വ്യക്തമാക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.